നമസ്കാരം, സമയം മലയാളം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് ലിവർ. രക്തം ശുദ്ധിയാക്കുന്നത് മുതൽ ദഹന പ്രക്രിയ വരെ നിരവധി പ്രവർത്തനങ്ങൾ ലിവർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ മാറിയ ജീവിതശൈലിയിൽ ഭൂരിഭാഗം ആളുകളെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഫാറ്റി ലിവർ. ചെറുപ്പക്കാരെ പോലും ഇന്ന് ഈ രോഗം വേട്ടയാടുന്നുണ്ട്. എന്താണ് ഫാറ്റി ലിവർ? ഇതിന്റെ കാരണങ്ങളും ലക്ഷണങ്ങളും എന്തൊക്കെയാണ്? ഇത് എങ്ങനെ തടയാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ലിവറിന് ചുറ്റും കൊഴുപ്പടിഞ്ഞു കൂടുന്ന ഈ രോഗം വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും. ഫാറ്റി ലിവർ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടും വരുന്നുണ്ടെന്ന് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. അതായത് ഡയറ്റ്, വ്യായാമം എന്നിവയെല്ലാം ചെയ്തിട്ടും ഇത് വരുന്നതായി പറഞ്ഞു കേൾക്കുന്നു. ഇതിന്റെ ചില അടിസ്ഥാന കാരണങ്ങളുണ്ട് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഫാറ്റി ലിവർ തന്നെ 2 തരമുണ്ട്. ഇതിൽ മദ്യപാനം മൂലം ഫാറ്റി ലിവർ ഉണ്ടാകും. ഇതല്ലാതെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും ഉണ്ട്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ വരുന്നതിന് കാരണം അമിതവണ്ണം, കൊളസ്ട്രോൾ എന്നിവയാണ്. ആദ്യത്തേത് സ്വാഭാവികമായും അമിത മദ്യപാനം കാരണം ഉണ്ടാകുന്നതാണ്. രണ്ടാമത്തേതിന് ജീവിതശൈലിയുമായി ബന്ധമുണ്ട്. അമിതവണ്ണം, കൊഴുപ്പ് കൂടിയ ഭക്ഷണം, പ്രമേഹം, BP, കൊളസ്ട്രോൾ എന്നിവ ഇതിന് കാരണമാകുന്നു. ഇതല്ലാതെ വ്യായാമക്കുറവ്, ലിവർ അണുബാധ, ചിലതരം മരുന്നുകൾ എന്നിവയും ഇതിന് കാരണമാകുന്നു. ഇതിലൊന്നാണ് വൈകിയുള്ള ഭക്ഷണം, അതായത് രാത്രി വൈകിയുള്ള അത്താഴം. വൈകിട്ട് അത്താഴം കഴിക്കാൻ വൈകുമ്പോൾ അത് ദഹിക്കാനും സമയമെടുക്കും. ദഹനപ്രക്രിയ നടക്കുന്നതിന് മുൻപായി നാം ഉറങ്ങാൻ പോകുന്നത് മെറ്റബോളിസം ശരിയായി നടക്കുന്നതിൽ ബുദ്ധിമുട്ട് വരുത്തുകയും കരളിന് ചുറ്റും കൊഴുപ്പടിഞ്ഞു കൂടാൻ ഇടയാക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും കൂടുതൽ കൊഴുപ്പുള്ള ഹെവി ആയുള്ള ഡിന്നർ കഴിക്കുമ്പോൾ. അത്താഴം ലഘുവാക്കണം എന്ന് പറയുന്നതിന്റെ ഒരു കാരണവും ഇത് തന്നെയാണ്. ലഘുവായ അത്താഴം കഴിവതും വേഗം കഴിക്കുക, അതായത് ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുൻപെങ്കിലും. സാധ്യമെങ്കിൽ സൂര്യാസ്തമയത്തോടെ 7 മണിക്ക് ശേഷം ഒന്നും കഴിക്കാതിരിക്കുക. അതുപോലെ വ്യായാമം ഏറെ പ്രധാനമാണ്. നടന്നതുകൊണ്ടോ കാർഡിയാക് വ്യായാമങ്ങൾ ചെയ്തതുകൊണ്ടോ ഗുണമുണ്ടാകില്ല. പേശിബലം വർദ്ധിപ്പിക്കാനുള്ള വ്യായാമങ്ങൾ ചെയ്യേണ്ടത് പ്രധാനമാണ്. പേശികൾ ദുർബലമാകുന്നത് ഫാറ്റി ലിവർ വരാൻ ഇടയാക്കുന്ന ഒന്നാണ്. ഗ്ലൂക്കോസ് നീക്കുന്നതിനും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തുന്നതിലും ലിവറിന്റെ മെറ്റബോളിക് ഭാരം കുറയ്ക്കുന്നതിനുമെല്ലാം പേശിബലം അത്യാവശ്യമാണ്. ഇതിനാൽ മസിൽ സ്ട്രെങ്തനിങ് വ്യായാമങ്ങൾ സ്ഥിരമാക്കുക. ഭക്ഷണം നിയന്ത്രിക്കുന്നതിനോടൊപ്പം ഉപകാരപ്രദമായ ഭക്ഷണം കഴിക്കുന്നതും പ്രധാനമാണ്. അതായത് നല്ലതുപോലെ പ്രോട്ടീൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പ്രോട്ടീൻ ശരീരത്തിലെ മെറ്റബോളിസം നല്ലതുപോലെ നടക്കാൻ സഹായിക്കുന്നു. ഇത് കൊഴുപ്പ് നീക്കുന്നു. ശരീരത്തിലെ തടി കുറയ്ക്കാൻ പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്. ഇതുപോലെ ലിവറിന്റെ കേടുപാടുകൾ തീർക്കാൻ പ്രോട്ടീൻ ഏറെ അത്യാവശ്യമാണ്. അമിത ഭക്ഷണം ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഇത്. തുടക്കത്തിൽ ഫാറ്റി ലിവറിന് പ്രത്യേക ലക്ഷണങ്ങൾ കണ്ടെന്ന് വരില്ല. എന്നിരുന്നാലും കുറച്ച് ലക്ഷണങ്ങൾ ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. വിട്ടുമാറാത്ത ക്ഷീണവും തളർച്ചയും ഒരു ലക്ഷണമായി പറയുന്നുണ്ട്. വയറിന്റെ വലത്തുഭാഗത്ത് മുകളിലായി അനുഭവപ്പെടുന്ന ചെറിയ വേദനയോ അസ്വസ്ഥതയോ ഇതിന്റെ ലക്ഷണമായി പറയുന്നു. വിശപ്പില്ലായ്മയും ഓക്കാനവും, പെട്ടെന്ന് ശരീരഭാരം കുറയുക, കണ്ണിനും ചർമ്മത്തിനും ഉണ്ടാകുന്ന മഞ്ഞ നിറം എന്നിവയാണ് മറ്റു ലക്ഷണങ്ങൾ. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ സ്വയം ചികിത്സിക്കാതെ ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.